ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. എന്നെ കോൺടാക്റ്റ് ചെയ്ത നിസാം എന്ന് പറയുന്ന വ്യക്തിക്ക് 1,00,00,000 രൂപ അച്ചീവ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് പൈസയുണ്ട്. അപ്പോൾ ഈ 1,00,00,000 ടാർഗറ്റ് എന്നുള്ളത് പല കൺസെപ്റ്റാണ്. ഓരോ വ്യക്തിക്കും ഓരോരോ രീതിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിലൊരു രീതിയാണ്, ഒരു കേസ് സ്റ്റഡി നമുക്ക് ഇപ്പോൾ പഠിക്കാം. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 12 വർഷം കൊണ്ട് 1,00,00,000 നേടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ കയ്യിലിപ്പോൾ 33.5 ലക്ഷം രൂപയുണ്ട്. 30 ലക്ഷമാണ് എന്നോട് പറഞ്ഞത്. ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ 33.5 ലക്ഷം രൂപയുണ്ടെങ്കിൽ 12 വർഷം കൊണ്ട് ഈ ഒരു അച്ചീവ്മെൻറ്റ് നടത്താം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത്രയും പൈസ ഹൈ റിസ്ക് ഉള്ള മ്യൂച്വൽ ഫണ്ടിലിടാൻ അദ്ദേഹം വില്ലിങ് അല്ല. ഇപ്പോൾ നമുക്കൊക്കെയുള്ളൊരു കൺസേൺ ആണല്ലേ, മ്യൂച്വൽ ഫണ്ട് റിസ്ക്കിയാണ്, മാർക്കറ്റ് റിസ്ക് ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ അവിടെ ലോ റിസ്ക് ഉള്ള ഒരുപാട് ഫണ്ട്സ് ഉണ്ട്. 6 ടൈപ്പ് ഫണ്ട്സ് ഉണ്ട്. ഞാൻ മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ പേരുകൾ പറയുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലിക്വിഡ് ഫണ്ടാണ്. ഈ ലിക്വിഡ് ഫണ്ട് തന്നെ പല രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് ലിക്വിഡ് ഫണ്ടിൽ ഇടാനാണ് താല്പര്യം. ലിക്വിഡ് ഫണ്ടിൽ ഈ ഒരു പൈസ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12 വർഷം കൊണ്ട് അത് 1,00,00,000 ആവില്ല. 1,00,00,000 എന്ന് പറയുമ്പോൾ 3 ഇരട്ടിയാണല്ലേ ഇതിൻ്റെ. 12 വർഷമുണ്ട്, 12 വർഷം കൊണ്ട് 3 ഇരട്ടിയാണ്. എന്നാൽ റിസ്ക് എടുക്കാൻ താല്പര്യവുമില്ല, ഒട്ടും റിസ്ക് എടുക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഈ ഫുൾ എമൗണ്ടും കംപ്ലീറ്റ് എമൗണ്ടും ലിക്വിഡ് ഫണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ലിക്വിഡ് ഫണ്ടിൽ ഇൻട്രസ്റ്റ് പല രീതിയിലാണ്. നമ്മളിവിടെ 6% ലിക്വിഡ് ഫണ്ടിന് ഇൻട്രസ്റ്റ് കിട്ടുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നത്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ 6 അല്ലേ. ചില ഫണ്ടുകൾക്ക് 7 കിട്ടുന്നുണ്ടാവും, ചില ഫണ്ടുകൾക്ക് 8% കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ 8% കിട്ടുന്നതിനൊരു തുള്ളി റിസ്ക് ഉണ്ടാവും, ഒരു ചെറിയ റിസ്ക്. ഹൈബ്രിഡ് ഫണ്ടുകളിലേക്ക് നമ്മൾ പോകുന്നില്ല, അതിന് കുറച്ചും കൂടെ റിസ്ക് ഉണ്ട്. എന്നാൽ 10% നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഒട്ടും റിസ്ക് ഇല്ലാത്ത ഡെപ്റ്റ് ഫണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്, ഒട്ടും റിസ്ക് ഇല്ലാത്ത. അതുകൊണ്ടാണ് നമ്മളിവിടെ 6% ഡെപ്റ്റ് ഫണ്ടിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ 7% കിട്ടാം. ഇത് RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ചിട്ട് കൂടും കുറയും. നമുക്ക് FDക്ക് അറിയില്ലേ, FDക്ക് ചില സമയങ്ങളിൽ കൂടുതൽ റിട്ടേൺ കിട്ടും. ഇപ്പോൾ FDക്ക് റിട്ടേൺ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. FDക്ക് നോർമലി കുറഞ്ഞിരിക്കുമ്പം ഈ പറയുന്ന ഡെപ്റ്റ് ഫണ്ടുകൾക്കും കുറവായിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നതനുസരിച്ചിട്ട് FDക്ക് കൂടും, ലിക്വിഡിന് കൂടും. അങ്ങനെയാണ്. അതായത് ലിക്വിഡ് ഫണ്ടിൽ റിസ്ക് കുറവാണെങ്കിലും ഗവൺമെൻറ് പോളിസീസ്, RBIയുടെ റേറ്റ് പോളിസീസൊക്കെ ഈ ഫണ്ടിൻ്റെ റിട്ടേണെ അഫക്റ്റ് ചെയ്യും. അത് ഈ ഫണ്ടിനെ മാത്രമല്ല, രാജ്യം മൊത്തം അങ്ങനെയാണ്, അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മളിവിടെ കുറച്ചെടുത്തു എന്നേ ഉള്ളൂ. പലരും ചോദിക്കും 7% കിട്ടുന്ന ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ടല്ലോ, 7.5 കിട്ടുന്നതുണ്ട്, 8 കിട്ടുന്നതുണ്ട്. 8ഒക്കെ കുറച്ച് റിസ്കിയാണ്, എന്നാലും കിട്ടുന്നതുണ്ട്. അപ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ എന്നുള്ളത്. എന്നാൽ അതങ്ങനെയല്ല. ഇവിടെ നമ്മൾ 6 കാണിച്ചിരിക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. 7 8ഒക്കെ കിട്ടാം. നമ്മൾ ഡെപ്റ്റിൽ തന്നെ അങ്ങനെ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഡെപ്റ്റ് 1, ഡെപ്റ്റ് 2. ഇപ്പോൾ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഡെപ്റ്റ് ഫണ്ടാണ്. മണി മാർക്കറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു ഡെപ്റ്റ് ഫണ്ടാണ്. അതുപോലെ ബാങ്ക് സേവിങ് ഫണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ഡെപ്റ്റ് ഫണ്ടുകളുണ്ട്. അതിനൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കുറേശ്ശെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ ഒരു 6% ഇവിടെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. അതിലും കൂടുതൽ കിട്ടാം കേട്ടോ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഇക്വിറ്റി ഫണ്ടുകൾക്ക് നമുക്ക് അതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് റിട്ടേൺ, ഒരു മിനിമം റിട്ടേൺ എന്ന് പറയുന്ന 12% തന്നെയാണ് കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം 12% നമ്മൾ കൂട്ടുമ്പോൾ അത് 13 കിട്ടാൻ സാധ്യതയുണ്ട്, 14 കിട്ടാൻ സാധ്യതയുണ്ട്, 15 കിട്ടാൻ സാധ്യതയുണ്ട്. 15 മുകളിലേക്ക് പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഭയങ്കരമായിട്ടുള്ള ഒരു റാലിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ 12 കൂട്ടുന്നത് എന്തിനാണ്? സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 12ആണ്, അതിൽ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ 12 കൂട്ടുന്നത്. അല്ലാതെ ഇവിടെ ഒറ്റയടിക്ക് നമ്മൾ 20ഒക്കെ കൂട്ടിക്കഴിഞ്ഞ് അത് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര നിരാശ വരില്ലേ? ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ 20 അങ്ങനെയൊന്നും കൊടുക്കാതെ 12 കൊടുക്കുന്നത് കേട്ടോ. ഈ 12ന് താഴെ പോകാനും സാധ്യത. ഇപ്പോൾ മാർക്കറ്റ് ഒരു ബിയർ മാർക്കറ്റാണെങ്കിൽ ഇതിൻ്റെ താഴെ പോകാം. അപ്പോൾ അങ്ങനെ താഴെ പോയാലും പ്രശ്നം വരാതിരിക്കാനാണ് ഫുൾ എമൗണ്ടും ആദ്യം തന്നെ ഡെപ്റ്റ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഡെപ്റ്റ് ഫണ്ട് നമുക്കറിയാം, 6 ആണെങ്കിൽ 6 അത് കിട്ടും, മാർക്കറ്റ് താഴേക്ക് പോയാലും അത് കിട്ടും. 7 ആണെങ്കിൽ 7 അത് കിട്ടും, മാർക്കറ്റ് താഴേക്ക് പോയാലും അത് കിട്ടും. അപ്പോൾ വളരെയധികം റിസ്ക് കുറച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാനിനി താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യാം കേട്ടോ. 12 വർഷമാകുമ്പം അദ്ദേഹത്തിന് ഈ ഡെപ്റ്റും ഇക്വിറ്റിയും കൂട്ടിയിട്ട് 1,00,00,000 ഉണ്ടാവും. അതായത് 12 വർഷം വരെയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ
ഡെപ്റ്റ് ഫണ്ട് ഉണ്ടാവും. അതിങ്ങനെ കുറഞ്ഞ് വരും. നല്ല രസം അത് കുറയുന്ന കാണിച്ചു തരാം, അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ 12 വർഷം ഉണ്ടാകും. എന്തെങ്കിലും എമർജൻസി വന്നാൽ അതിൽ നിന്ന് അദ്ദേഹത്തിന് വിഡ്രോ ചെയ്തിട്ട് ആ കാര്യം നടത്താനും സാധിക്കും. 12ാമത്തെ വർഷം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകുന്ന ഡെപ്റ്റ് ഫണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വെറും 12,565 രൂപയാണ്. അദ്ദേഹത്തിൻ്റെ ഇക്വിറ്റി ഫണ്ടിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 99,87,435 ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1 കോടിയായി. അദ്ദേഹത്തിന് ഇവിടെ കിട്ടുന്ന ആനുവലൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്നത് 9.5%. എന്ത് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് ഈ 9.5% എന്ന് പറയുന്നത്. നമുക്ക് എഫ് ഡിയിൽ എന്തായാലും ഈ ഒരു റിട്ടേൺ കിട്ടില്ല. ഇക്വിറ്റി ഫണ്ടിൽ ഇതിൽ കൂടുതൽ റിട്ടേൺ കിട്ടും, പക്ഷേ റിസ്ക് ഉണ്ട്. ഇവിടെ വളരെയധികം റിസ്ക് കുറഞ്ഞ് 12 വർഷവും ഡെപ്റ്റ് ഫണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും അത് വിറ്റ് ക്യാഷ് ആക്കാം. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൽ 9.5% റിട്ടേൺ കിട്ടുക എന്ന് പറയുന്നത് നല്ല റിട്ടേൺ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡിനെ കുറിച്ച് അദ്ദേഹം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് അത് കേട്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് വീഡിയോ ആയിട്ട് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് ഓരോ വർഷത്തെയും ഒരു ക്യാഷ് ഫ്ലോ അതെങ്ങനെ പോകുന്നു നോക്കാം. ടോട്ടൽ 12 വർഷമാണ് ഇവിടെ കാണാൻ പറ്റും. 12 വരെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ വർഷം 33,51,520 രൂപ അദ്ദേഹം ഡെപ്റ്റ് ഫണ്ടിലേക്ക് ഇടുന്നു. ഒന്നാവാം, ഒന്നിൽ കൂടുതലാവാം, നോ ഇഷ്യൂ. എന്തായാലും ആ ഒരു ഫണ്ടിലേക്ക് ഇടുന്നു. എല്ലാ വർഷവും 4,02,182 രൂപ ഡെപ്റ്റ് ഫണ്ടിൽ നിന്ന് ഇക്വിറ്റി ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇത് മന്ത്ലി ട്രാൻസാക്ഷനാണ്. നമ്മൾ മന്ത്ലി STP ആണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. എവിടെയാണെന്ന് എഴുതുക, ഇവിടെ STP ആണ് ചെയ്യുന്നത്. ഡെപ്റ്റിൽ നിന്ന് ഇക്വിറ്റി ഫണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? മണി ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ആ മെത്തേഡിൻ്റെ പേരാണ് STP. ഇനി 1 കോടിയായിട്ട് വേറെ ഒരു പണിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അത് അടുത്ത വേറെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കണ്ട. അതായത് SWP ഇല്ലേ, അത് ചെയ്യാനായിട്ട് ഏകദേശം ഐഡിയ കിട്ടി കാണും. പിന്നെ ഏതൊക്കെ ഫണ്ടുകൾ ഇതാണ് അറിയില്ലാത്ത, അതൊക്കെ നമുക്ക് പിന്നീട് ഒരു വിശദമായിട്ട് വീഡിയോ ചെയ്യാം. എന്തായാലും ഇത് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാം. ഇക്വിറ്റി ഫണ്ട് വാല്യൂ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. ഒന്നാമത്തെ വർഷം തുടങ്ങുമ്പം ഇക്വിറ്റിയുടെ ഫണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഒന്നുമില്ല, 0 ഇക്വിറ്റി ഫണ്ട് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഒന്നാമത്തെ വർഷം അവസാനിക്കുമ്പോൾ രണ്ടാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇക്വിറ്റിയുടെ ഫണ്ട് വാല്യൂ എത്രയാണ്? 4,23,850 രൂപയാണ്. 4,02,152 രൂപയാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഒരു വർഷം കൊണ്ട് കേട്ടോ, ഒരു വർഷം കൊണ്ട്. അപ്പം ഒരു മാസം എത്രയാണ് എന്നുള്ളത് ഡിവൈഡ് ബൈ 12, 12 കൊണ്ട് ഹരിച്ചാൽ മതി. ഒരു മാസം ട്രാൻസ്ഫർ ചെയ്യുന്ന പൈസ കിട്ടും. അപ്പോൾ ആ ഫണ്ട് വളരുന്നുണ്ട്. അതിൻ്റെ വാല്യൂ 4,23,850 മാറുന്നുണ്ട്. ടോട്ടൽ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി 35,63,335. റിട്ടേൺ എന്ന് പറയുന്നത് 6.32%. രണ്ടാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡെപ്റ്റ് ഫണ്ട് കുറയുന്നുണ്ടാവും അല്ലേ, നമുക്കിവിടെ കാണാൻ പറ്റും. ഡെപ്റ്റ് ഫണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 39,39,485 ശരിക്കും പറഞ്ഞാൽ 4 ലക്ഷം രൂപ ഇക്വിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെങ്കിലും ഈ ഡെപ്റ്റ് ഫണ്ടും വളരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൂടുതൽ, ചെറിയ കൂടുതൽ നമുക്കിവിടെ കാണും. അതെല്ലാ വർഷവും അങ്ങനെ ഒരു കൂടുതൽ ഇവിടെ കാണും കേട്ടോ. ഡെപ്റ്റ് ഫണ്ടും വളരുന്നുണ്ട്, ഇക്വിറ്റി ഫണ്ടും വളരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൈസയിൽ നിന്ന് 4,02,152 രൂപ അടുത്ത വർഷവും ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അറ്റ് ദ ബിഗിനിങ് ഓഫ് സെക്കൻഡ് ഇയർ ഇക്വിറ്റി ഫണ്ട് വാല്യൂ ഈസ് 4,23,850 എന്നാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഇയർ ഇക്വിറ്റി ഫണ്ട് വാല്യൂ എന്ന് പറയുന്നത് 8,98,562 ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ 33.5 ലക്ഷം രൂപയാണ് ഇട്ടത് അല്ലേ, അറിയാലോ. അത് 38,13,290 കൂടുന്നുണ്ടാവും. നമ്മുടെ റിട്ടേൺ ഇവിടെ കൂടിക്കൂടി വരുന്ന കാണാം. എന്താണ് റിട്ടേൺ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്? ഇനിയിപ്പോൾ ഈ വിൻഡോയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ആദ്യത്തെ വർഷം 6.32% പിന്നെ 6.67% ആവുകയും പിന്നീട് 7.01% ആവുകയും പിന്നീട് 7.34%. ഇങ്ങനെ ഇത് കൂടുന്നുണ്ട്. പിന്നീട് അത് 8 ആകുന്നുണ്ട്, പിന്നീട് അത് 9 ആകുന്നുണ്ട്, പിന്നീട് അത് 9 ആകുന്നുണ്ട്. ഇത് കൂടാൻ കാരണം ഇക്വിറ്റി ഫണ്ടിലേക്കുള്ള ഫ്ലോ കൂടുന്നത് കൊണ്ടാണ്. ഇക്വിറ്റിയിൽ കോൺട്രിബ്യൂഷൻ കൂടുമ്പോൾ ഈ റിട്ടേൺ ഇവിടെ കൂടി വരും, ഡെപ്റ്റിൽ കോൺട്രിബ്യൂഷൻ കുറയുന്നു. അപ്പോൾ ആ കുറയുന്നതിൻ്റെയൊക്കെ വിശദമായ ചാർട്ടുകൾ കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ 5ാമത്തെ വർഷം അദ്ദേഹത്തിന് ഒരു എമർജൻസി ഉണ്ട്. അദ്ദേഹത്തിന് ഒരു 3-4 ലക്ഷം രൂപ ആവശ്യമുണ്ട്. ഇതിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് ഇക്വിറ്റിയിൽ നിന്നും പിൻവലിക്കാം, ഡെപ്റ്റിൽ നിന്നും പിൻവലിക്കാം. അപ്പോൾ ഇവിടെ ഡെപ്റ്റിൽ നിന്ന് പിൻവലിക്കാം, കാരണം ഡെപ്റ്റിൽ 24 ലക്ഷം രൂപ അപ്പോഴും ഉണ്ട്. അതിൽ നിന്ന് പിൻവലിക്കാം, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 6ാമത്തെ വർഷവും ഡെപ്റ്റിൽ 21.5 ലക്ഷം രൂപയുണ്ട്. 7ാമത്തെ വർഷം 18.25 ലക്ഷം രൂപയുണ്ട്. 8ാമത്തെ വർഷം 15.25 ലക്ഷം രൂപയുണ്ട്.
ഇങ്ങനെ ഡെപ്റ്റിലും പൈസയുണ്ട്. അപ്പോൾ ഈ 6-7 വർഷം ആകുമ്പോഴത്തേനും ഈ ഇക്വിറ്റി ഫണ്ടൊക്കെ വളർന്ന് അങ്ങെത്തും. നമ്മുടെ നിഫ്റ്റി എല്ലാം എവിടെയോ എത്തൂലേ. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഒക്കെ അമേരിക്കൻ മാർക്കറ്റിൻ്റെ അടുത്തൊന്നും ഇപ്പോൾ എത്തില്ല. വളരെ 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 കുറവാണ് അമേരിക്കൻ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4.5 ട്രില്യൺ എക്കണോമിയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്. അമേരിക്കൻ മാർക്കറ്റ് 62-64 കണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ചായിരുന്നു. അത്ര വ്യത്യാസമാണ്. അപ്പോൾ 1-ാം സ്ഥാനത്ത്, നമ്മളിപ്പോൾ 5-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 1-ാം സ്ഥാനവും 5-ാം സ്ഥാനവും തമ്മിൽ അത്ര അന്തരമുണ്ട്. ഒരു കാലത്ത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന അമേരിക്കൻ മാർക്കറ്റിൻ്റെ പൊസിഷനിലേക്ക് വരും. അന്നേരം അമേരിക്കൻ മാർക്കറ്റ് വേറെ എവിടെയോ പോകും, അത് വേറെ കാര്യം. പക്ഷേ അത് വരും. കാരണം നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേട്ടിട്ടില്ലേ? ഫാസ്റ്റ് ഗ്രോയിങ് എക്കണോമിയാണ് ഇന്ത്യ എന്ന് കേട്ടിട്ടില്ലേ? അമേരിക്കനെ കഴിഞ്ഞ് സ്പീഡുണ്ട്. അപ്പോൾ ആ സ്പീഡിൽ നമ്മളങ്ങനെ പോകുമ്പം ഒരു സമയത്ത് നമ്മളവിടെ എത്തും. കാരണം അമേരിക്ക വേറെ എവിടെയൊക്കെ എത്തുമായിരിക്കാം, അറിയില്ല. എത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അവരുടെ ഒപ്പം ഒരിക്കലും എത്താൻ പറ്റില്ല. പക്ഷേ അവരിന്ന് നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ കുറച്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് എത്താൻ പറ്റും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. നമ്മുടെ വളർച്ചയുമെല്ലാം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ സ്ലൈഡിലേക്ക് തിരിച്ചു വരാം. ഈ ഒരു ട്രാൻസ്ഫർ നമ്മൾ ചെയ്യുന്നത് എല്ലാ വർഷവും നമ്മുടെ ക്യാപിറ്റലിൻ്റെ 1% വെച്ചിട്ട് ഇക്വിറ്റി ഫണ്ടിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇവിടെ അത് എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യം അത് പറഞ്ഞില്ലായിരുന്നു, വിട്ടുപോയതാണ്. മന്ത്ലി ട്രാൻസ്ഫർ മോഡാണ്. എല്ലാ മാസവും നമ്മുടെ ക്യാപിറ്റൽ മൊത്തം എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്? ഡെപ്റ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഈ ഡെപ്റ്റിൽ നിന്ന് 1% കറക്റ്റായിട്ട് എവിടെ പോകും? ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 12-ാമത്തെ വർഷം വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ, കാരണം ഇവിടെ ഡെപ്റ്റ് ഇങ്ങനെ കിടക്കുക കേട്ടോ, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ, വലിയ തലവേദന ഇല്ലാതെ നമ്മൾ നമ്മുടെ 1 കോടി എന്ന ആ ടാർഗറ്റിലേക്ക് എത്തും. അപ്പോൾ ഞാനിത് അയച്ചു കൊടുത്തു. നിസാം സാറിന് വളരെ സന്തോഷമായി. നിങ്ങൾക്കും ഇതിൽ നിന്ന് പുതിയതായിട്ട് കുറച്ച് ഐഡിയകൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കിട്ടട്ടെ. ഇതുപോലെ കുറേ ഏറെ പ്ലാനുകളുണ്ട് കേട്ടോ 1 കോടിയിലേക്ക്. പലർക്കും പല കൺസെപ്റ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ സമയം അനുസരിച്ചിട്ട് ഓരോ കേസ് സ്റ്റഡി ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഈ വാട്സപ്പ് നമ്പർ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ പേര്, ഇതാണ് ലൈസൻസ് നമ്പർ, ഇതാണ് വാട്സപ്പ് നമ്പർ. അപ്പോൾ ഇതിൽ പലരും വിളിക്കുമ്പോൾ ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മളോരോ റിസർച്ചോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഫോൺ ഒന്നെങ്കിൽ മാറ്റി വെക്കും, അല്ലെങ്കിൽ സൈലൻ്റായിട്ട് വെക്കും. ഇപ്പോൾ തന്നെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഫോൺ ഞാൻ ഈ മുറിക്ക് പുറത്ത് വെച്ചേക്കാണ്, മറ്റൊരു മുറിയിൽ വെച്ചേക്കാണ്. കാരണം അതിൽ കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. വാട്സപ്പാണ് സൗകര്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം, ഇമെയിൽ ID ഉണ്ട്. പിന്നെ കസ്റ്റമേഴ്സിന് എമർജൻസി ആണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ അവരെ അങ്ങോട്ട് വിളിക്കും. എനിക്ക് ക്ലാരിറ്റി കിട്ടിയില്ല, കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയണമെങ്കിൽ ഞാൻ വാട്സപ്പിൽ ആദ്യം മെസ്സേജ് അയക്കും. അതിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കും. അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏതൊരു പ്രോബ്ലത്തിന് ഇവിടെ സൊല്യൂഷൻ ഈ വാട്സപ്പിൽ കൂടെ കിട്ടും കേട്ടോ. പിന്നെ നമ്മളെന്തിനാണ് ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നത്? നമുക്ക് ബിസിനസ് കിട്ടാൻ വേണ്ടിയാണല്ലേ. എല്ലാവരും അതിന് തന്നെയല്ലേ ചെയ്യുന്നത്? എല്ലാവരും അതിന് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള നിങ്ങളുടെ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാതിരിക്കുക. കാരണം അവിടെ അവരുടേതായ കൺസേൺ ടീമുണ്ടല്ലോ, അവരോട് ചോദിക്കുക. ഒരുപക്ഷെ മറ്റൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ നിങ്ങൾക്കൊരു പ്ലാൻ തന്നിട്ടുണ്ടാവാം. അത് നമുക്കറിയേണ്ട കാര്യമില്ല, നമ്മളോട് ചോദിക്കാനും പാടില്ല അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയുള്ള സംഭവത്തിന് നമ്മൾ മറുപടികളൊന്നും തരാറില്ല. അതേസമയം നമ്മളുമായിട്ട് ജോയിൻ ചെയ്ത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം, നമ്മുടെ ഗൈഡ് ലൈൻസ് വേണം എന്നുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. കുറേ മെസ്സേജ് അല്ലാതെ വന്നുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരുടെ ഒരു കാര്യത്തിലും ഇടപെടാനോ ഡിസ്റ്റർബ് ചെയ്യാനോ താല്പര്യമില്ല. പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ മതി നമുക്ക്. എന്തായാലും പറഞ്ഞു വന്നത്, ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അസറ്റ് പ്ലസിൻ്റെ ലിങ്ക് കൂടാതെ ഫണ്ട്സ് ബസാറിൻ്റെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ NRO NRE ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് അക്കൗണ്ട് എടുക്കാൻ പറ്റുന്നത് ഫണ്ട്സ് ബസാറിലാണ്. അസറ്റ് പ്ലസിൽ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ അക്കൗണ്ട് ഓപ്പണിങ്ങിൽ, ബാക്കിയെല്ലാം ഓക്കെ. അതുകൊണ്ട് ഞാൻ ഫണ്ട്സ് ബസാറിനെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.